ഓർമ്മകളിൽ ഒളിമങ്ങാതെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിരിക്കുന്ന മുഖം ഓർമ്മകളുടെ 2ാം ആണ്ട് തികയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാൽപാദവും വെങ്കലത്തിലൊരുക്കുകയാണ് കണ്ണൂരിലെ യുവശില്പി ഉണ്ണീക്കാനായി. ഹാൻഡ് ആൻഡ് ഫുഡ് കാസ്റ്റിംഗ് മെത്തേഡിലൂടെയാണ് ശില്പമൊരുക്കിയത്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷിൽ നിന്ന് മെറ്റൽ കാസ്റ്റിംഗ് ശില്പം സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും ഏറ്റുവാങ്ങി. CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയും ജനങ്ങളുടെ പ്രിയ നേതാവുമായ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം ചിതയിലെരിയുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കൈയുടെയും കാലിന്റെയും മോൾഡ് എടുത്തത്. പിന്നീട് മോൾഡ് ഉപയോഗിച്ച് വെങ്കലത്തിലേക്ക് മാറ്റുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന ഓർമ്മകൾക്കൊപ്പം ഈ മെറ്റൽ കാസ്റ്റ് ശില്പവും ഇനി വീട്ടിലെ മ്യൂസിയത്തിലുണ്ടാകും. പൊതുജനങ്ങൾക്ക് ഏത് സമയവും ശില്പം കാണാം. ഏറെ വൈകാരികതയോടെയാണ് ശില്പം ഏറ്റുവാങ്ങുന്നതെന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു. സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ആലോചനയാണ്. ആ സമയത്ത് ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള നമ്മുടെ കാണാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നൊരിതാണ്. ഇതൊരു ഹാൻഡ് ആൻഡ് ഫീറ്റ് കാസ്റ്റിംഗ് എന്നാണ് സാധാരണയിൽ പറയുക. കാസ്റ്റിംഗ് മോൾഡ് ചെയ്തിട്ടാണ് ഇത്. ആ ഒരാശയം അന്ന് പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ നിന്ന് റിജുവിൻ്റെ അടുത്ത് സംസാരിച്ചു. റിജുവിൻ്റെ അടുത്ത് ഉണ്ണിയായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഉണ്ണി അന്ന് തന്നെ അത് വന്നു. ആ സമയത്ത് വളരെ പരിമിതമായ സമയമാണെങ്കിലും അന്ന് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കാലിൻ്റെയും മോൾഡ് അന്ന് വന്ന് ബന്ധുക്കളെ കാണാൻ വേണ്ടി കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അത് ചെയ്യാൻ പറ്റിയത്. അത് ചെയ്തപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആയി. 2ാമത്തെ വർഷമാണ് ഞങ്ങൾക്കിതൊരു പൂർണ്ണതയിലെത്തിക്കാൻ പറ്റിയത്. അപ്പം പണിപ്പെട്ട് തന്നെ ഉണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്കൊരു വൈകാരികത സ്വാഭാവികമായിട്ടും. കാരണം ഇനി നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതായിട്ടുള്ളത് ഇപ്പോഴൊന്നും അതാണല്ലോ. അതൊരു വൈകാരികതയുടെ കൂടി ഉണ്ട്. എന്തായാലും ആ വൈകാരികതയിലൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മാത്രമല്ല അച്ഛനെ സ്നേഹിക്കുന്ന സഖാക്കൾക്ക്, അച്ഛനെ അറിയുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇനി ഇത് കാണാൻ വേണ്ടിയുള്ള സൗകര്യം അമ്മ വീട്ടിലൊരു നമ്മൾ അച്ഛന് വേണ്ടി ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റും. അപ്പം എല്ലാ സഖാക്കൾക്കും എല്ലാ ജനങ്ങൾക്കും മ്യൂസിയത്തിൽ വന്നാൽ നാളെ തൊട്ട് ഇത് കാണാൻ പറ്റുന്നതാണ്. ഉണ്ണിയുടെ ഒരു പ്രയത്നം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലുതായിട്ട് പറയേണ്ടത്. കാരണം ഇത് എനിക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ടോ, ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാസ്റ്റിംഗ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഉണ്ണിയുടെ ഒരു പ്രയത്നം, ഉണ്ണിയുടെ ഒരു ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഉണ്ണിയുടെ കാണാൻ എനിക്ക് നന്ദി പറയാനുള്ളത്. തന്റെ ശില്പകലാ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിതെന്ന് ശില്പി ഉണ്ണീക്കാനായി പറഞ്ഞു. CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും നേതാവുമായ കോടിയേരി ബാലകൃഷ്ണ സഖാവിൻ്റെ മൃതശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈയുടെയും കാലിൻ്റെയും മോൾഡെടുത്ത് മെറ്റൽ കാസ്റ്റ് ചെയ്ത രൂപങ്ങളാണ് എൻ്റെ പുറകിൽ നമ്മൾ കാണുന്നത്. അത് മെറ്റൽ കാസ്റ്റിംഗ് രീതി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ സെലിബ്രിറ്റികളുടെയും ഇതുപോലുള്ള നേതാക്കന്മാരുടെയൊക്കെ മരണത്തിന് ശേഷം ഇതുപോലുള്ള അവരുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ രേഖകൾ കിട്ടി അതിൻ്റെ രൂപം പകർത്തി വെക്കുന്ന രീതി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിലെ കോടിയേരി സഖാവിൻ്റെ ഇതുപോലുള്ള കൈയുടെയും കാലിൻ്റെ രൂപം ചെയ്യുന്നത്. അത് അവരെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരമാണത് നിർമ്മിച്ചിട്ടുള്ളത്. വെങ്കലത്തിലാണ് ഇപ്പം കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ ആദ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത ശേഷം അതിനെ മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്ത് അതിനെ സാധാരണ എന്താ പറയുക വെങ്കല
ശില്പനിർമ്മാണ രീതി പോലെ മണ്ണുപയോഗിച്ച് അതിനെ കനം പിടിപ്പിച്ച് വെങ്കലത്തിൽ കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു 6 മാസത്തോളം സമയം വേണ്ടി വന്നുള്ളൂ ഫിനിഷാക്കി എടുക്കാൻ. ത്രീ ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ. കിട്ടുവോ? പഴയ സ്റ്റേറ്റ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെയാവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.